എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 17-18 വാക്യങ്ങൾ. മത്തായി 16-17-18 വാക്യങ്ങൾ. യേശു അവനോട്, ബർയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ ഒരു ഭാഗം പല തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ശീമോൻ എന്നതിന് ശ്രദ്ധിച്ച് കേൾക്കുന്നവനെന്നും, ബർയോന എന്നതിന് പ്രാവിൻ്റെ മകനെന്നും അർത്ഥമുണ്ട്. പ്രാവ് പരിശുദ്ധാത്മാവിൻ്റെ അടയാളമായി പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു. ഒരുവൻ വചനം കേൾക്കുകയും പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കുകയും ചെയ്യുന്നു. പുത്രനെക്കുറിച്ച് വെളിപ്പാട് നൽകിയത് പിതാവ് തന്നെയാണ്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. തുടർന്നുള്ള ഭാഗത്ത്, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറയും. പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനമേറിയ ഒരു ഭാഗമാണിത്. അതായത് കത്തോലിക്ക സഭയുടെ, പോപ്പിൻ്റെയും സഭയുടെയും പരമാധികാരം സ്ഥാപിക്കാൻ റോമൻ കാത്തോലിക്ക വിഭാഗം ഈ വേദഭാഗം ഉദ്ധരിക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ സ്വർഗത്തിൽ കയറ്റാനോ കയറ്റാതിരിക്കാനോയുള്ള താക്കോൽ പത്രോസിന് കൊടുക്കപ്പെട്ടു എന്ന് ഒരു വ്യാഖ്യാനം നടത്തുന്നുണ്ട്. പാപമോചനം കൊടുക്കാനും കൊടുക്കാതിരിക്കാനും പത്രോസിനാണ് അധികാരമെന്നും മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. ഈ ഉന്നതാധികാരമുള്ള പത്രോസ് റോമിലെ ആദ്യ ബിഷപ്പായിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ കൈവയ്പിനാൽ പിന്നീട് അവിടെയുള്ള ബിഷപ്പുമാർക്ക് തുടർച്ചയായി ഈ അധികാരമുണ്ടായിരിക്കുന്നു എന്നുമൊക്കെ ആ ഒരു പാരമ്പര്യത്തിൽ വിശ്വസിക്കുകയും അങ്ങനെ തന്നെ അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. പിൽക്കാലത്ത് മധ്യനൂറ്റാണ്ടുകളിൽ ഈ ഒരു ചിന്തയും അധികാരവും സഭയെ വളരെയധികം ദോഷകരമായി നടത്തി എന്നതുകൊണ്ടാണ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗം ഈ ചിന്താഗതിയെ എതിർക്കുന്നതും അങ്ങനെ ഒരു നവീകരണ സഭ ഉടലെടുക്കുകയും ഒക്കെ ചെയ്തു. അത് സഭയുടെ ചരിത്രമാണ്. ഗ്രീക്ക് ഭാഷയിൽ പീറ്റർ എന്നതിന് പത്രോസ് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. മലയാളത്തിൽ അങ്ങനെ തന്നെയാണ്. പെട്ര എന്നാൽ ഒരു പാറ എന്ന ഒരർത്ഥവുമുണ്ട്. ഇതിൻ്റെ അരാമ്യ സുറിയാനി പ്രയോഗം കേഫ എന്നാണ്. അരാമ്യ ഭാഷയിൽ ഇതിനും ഒരു പാറ എന്നാണ് അർത്ഥം. വെറും പാറയല്ല, ഒരു പാറ. ഈ വലിയ വിഷയം പത്രോസ് മനസ്സിലാക്കിയ ഉടനെ യേശു അവനോട് പറയുന്നത്, നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. യു ആർ പെട്രോസ് ആൻഡ് ഓൺ ദിസ് പെട്ര ഐ വിൽ ബിൽഡ് മൈ ചേർച്ച്. അങ്ങനെയാണ് കർത്താവ് പറയുന്നത്. ശിമോൻ പത്രോസിനെ പെത്രാസ് അല്ലെങ്കിൽ പെട്രോസ് എന്ന് വിളിച്ചു. അതിന് ഈ പാറ കഷണമെന്നും ഒക്കെ ഒരർത്ഥം കൊടുക്കപ്പെടുന്നുണ്ട്. ദൈവത്തിൽ നിന്നും ജനിച്ചവൻ ജീവനുള്ള കല്ലായിത്തീരുന്നു. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ അത് പറയുന്നു. ജീവനുള്ള കല്ല്. പെട്രോ എന്ന ഈ പാറമേൽ തൻ്റെ സഭയെ പണിയുമെന്ന് കർത്താവ് കൽപ്പിച്ചു. അത് അവൻ തന്നെയാണ്. പഴയ നിയമത്തിൽ ദൈവത്തെ പാറ എന്ന് പറയുന്ന അനേക ഭാഗമുണ്ട്. പ്രത്യേകിച്ച് ആവർത്തനത്തിൽ, സങ്കീർത്തനത്തിലൊക്കെ ഉണ്ട്.
എൻ്റെ സഭയെ പണിയുമെന്നുള്ള ഭാവികാല ക്രിയാപദം ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് അത് അക്കാലത്തുണ്ടായിരുന്നില്ല എന്നതും വളരെ വ്യക്തമാണ്. അത് പിന്നീട് പണിയാൻ ആവശ്യമുണ്ടായിരുന്നു. പണിയുക എന്ന പ്രയോഗം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യമാണ് നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. അവിടെ ആദാമിൻ്റെ വാരിയിൽ നിന്നും ഹവ്വായെ നിർമ്മിച്ചു, ബിൽറ്റ് എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ കാലത്ത് മറഞ്ഞിരുന്ന ഒരു മർമ്മമാണ് സഭ എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ സഭയെ പണിയും എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലെന്ന പാറമേലാണ്, ആ ഉറപ്പിന്മേലാണ്. കർത്താവിൻ്റെ ശരീരമാണ് സഭ എന്ന് പുതിയ നിയമം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പിലാണ്. ആ സഭയ്ക്ക് അതിർവരമ്പുകളില്ല, ചുവരുകളില്ല. ആ സഭ പലപ്പോഴും അദൃശ്യമായിരിക്കും. ആ സഭയുടെ ഭാഗമാണ് നമ്മൾ. അതിൻ്റെ അടയാളങ്ങളാണ് നമ്മുടെ സഭയും നമ്മൾ കാണുന്ന നമ്മുടെ അനുഷ്ഠാനങ്ങളുമെല്ലാം. അതിൻ്റെ ഭാഗമാകാൻ കർത്താവ് നമ്മളെ വിളിക്കുകയും യോഗ്യരാക്കുകയും ചെയ്തു എന്നത് ശ്രേഷ്ഠമാണ്. ആ ഒരു വലിയ കാര്യം നമ്മെ ഭരിക്കണം, നമ്മളത് ചിന്തിക്കണം. കർത്താവ് നമ്മളെ മാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. സഭയെക്കുറിച്ച് തുടർന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ദൈവം തമ്പുരാൻ്റെ വഴി നടത്തലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് വീണ്ടും അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളുടെ ആവശ്യങ്ങളെയും യാത്രകളെയും ഞങ്ങളുടെ കൃത്യ നിർവഹണങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. വിശ്വസ്തയോടെ ജീവിപ്പാൻ കർത്താവെ അവിടുത്തെ ഊർജം ഞങ്ങൾക്ക് നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സമാധാനവും സന്തോഷമുള്ളൊരു പകലിൽ ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ഇടയാക്കണമേ. യേശു മശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും വഴിനടത്തലും ആലോചനയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.